നമസ്കാരം, ട്രയാഡ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. അല്ല, 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്ന അതിൻ്റെ ബേസിക്സ് ആണ്. നമ്മൾ ഓൾറെഡി 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ച ബേസിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഏറ്റവും വലിയ ടോപ്പിക്കായിട്ടുള്ള ബോയൻസി എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട എന്താണ് ഫ്ലൂയിഡ്സ് എന്ന് പഠിക്കണം. എന്താണ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസസും ലിക്വിഡ്സുമാണ് നമ്മൾ ജനറലി ഫ്ലൂയിഡ്സ് എന്നറിയപ്പെടുന്നത്. ഫ്ലോ ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ്സ് എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ നോക്കാനുള്ളത് എന്താണ് മാസ് എന്നറിയണം. മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനകത്ത് എത്രമാത്രം മാറ്ററിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ ആൻ ഒബ്ജക്റ്റ് ഈസ് കാൾഡ് മാസ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ നോക്കേണ്ടത് പുതിയൊരു കോൺസെപ്റ്റാണ്. മാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് സ്കെയിലാർ, എന്താണ് വെക്റ്റർ? ഡയറക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ അതുപോലെ ഡയറക്ഷൻ പറയാതിരിക്കുകയാണെങ്കിലും അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമാണുള്ളെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് പോകുമ്പോൾ ഒരു വസ്തുവിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചില്ല എങ്കിൽ അതെന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മളൊരു വസ്തുവിൻ്റെ മാസ് 10 കിലോഗ്രാം എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് നമ്മൾ ഒരു പ്ലേസിൽ നിന്ന്, അതായത് നമ്മൾ എർത്തിൽ നിന്ന് മൂണിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മാസിനൊരിക്കലും വ്യത്യാസം വരത്തില്ല. അതിന് പകരം നമ്മൾ അടുത്ത് നോക്കാം, വെയിറ്റ് നോക്കാം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, W = m × g ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് മുമ്പേ പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. W = മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. അതിനകത്ത് m എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവാണോ അതിൻ്റെ മാസാണ് നമ്മൾ സ്മോൾ ലെറ്റർ m കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തേക്കുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ്റെ വാല്യൂ ആണ്. എത്രയാണ്, 9.8 m/s² ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ട് പോകുമ്പോൾ മാസിന് വ്യത്യാസമൊന്നും വരത്തില്ല. വെയിറ്റിനാണെങ്കിലോ വെയിറ്റ് വ്യത്യാസം വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് വെയിറ്റിൻ്റെ വാല്യൂ ഡിഫറൻസ് വരും. അടുത്ത് നമ്മൾ നോക്കുന്ന കോൺസെപ്റ്റാണ് ബോയൻസി. അതറിയുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് അറിയേണ്ട കാര്യമാണ് എന്താണ് ഡെൻസിറ്റി എന്ന് കൂടെ അറിയണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റി കിട്ടുന്നത്. അപ്പോൾ അത്രയും കാര്യം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റാണ്, അതാണ് ബോയൻസി. അപ്പോൾ ബോയൻസിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ കൂടെ തടി ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടിട്ടുണ്ട്. എത്ര വെയിറ്റുള്ള തടിയാണെങ്കിലും തടി ഒരിക്കലും വെള്ളത്തിനടിയിലോട്ട് സിങ്ക് ചെയ്ത് പോകാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന് പകരം അതിനേക്കാളും സൈസ് കുറവുള്ള ഒരു കല്ലാണ് വെള്ളത്തിലേക്ക് ഇടുന്നതെങ്കിൽ അത് അതിൻ്റെ അടിയിലോട്ട് സിങ്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ലിക്വിഡ്സിൻ്റെ കേസിൽ, ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ വരുന്നത് ബോയൻസിയാണ്. അപ്പോൾ എന്താണ് ബോയൻസി നമുക്ക് നോക്കാം. When a body is partially or completely immersed in a liquid അല്ലെങ്കിൽ ഫ്ലൂയിഡ്, അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്, അത് പാർഷ്യലി, അതായത് പകുതിയോ അത് മുഴുവനായിട്ടോ ഒരു ലിക്വിഡിനകത്ത് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. അതായത് ന്യൂട്ടൻ്റെ 3rd ലോ അനുസരിച്ച് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ലിക്വിഡ് ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും. അതായത് നിങ്ങളൊരു ബക്കറ്റിലൊരു വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടിക്കുകയോ കുറച്ച് ഫോഴ്സ് കൊടുക്കുകയോ ചെയ്യുക. നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചൊരു ഫോഴ്സ് അനുഭവപ്പെടുത്തില്ലേ, ആ ഒരു ഫോഴ്സാണ് എന്ത്, യഥാർത്ഥത്തിൽ. എക്സാമ്പിൾ നോക്കാം. ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുകയാണ്. ജസ്റ്റ് വാട്ടർ എടുക്കുന്ന, വേറെ കെറോസിനൊന്നുമല്ല, ജസ്റ്റ് വെള്ളം എടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തടി കഷ്ണം, അതിൻ്റെ ഒരു മാസ് m ആണെന്ന് വിചാരിക്കുക, നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. ഡിപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 2 ഫോഴ്സസാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എങ്ങോട്ടാണ് വരുന്നത്, ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ വെയിറ്റ് എങ്ങോട്ടാണ് വരുന്നത്, താഴേക്കാണ് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത്
ലിക്വിഡ് എന്ത് ചെയ്യും, ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 കണ്ടീഷൻസ് അല്ലേ അവിടെ വരുന്നത്. സിങ്ക് ചെയ്യുന്ന കണ്ടീഷൻ, ഫ്ലോട്ട് ചെയ്യുന്ന കണ്ടീഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് സിങ്ക് ചെയ്യുന്നത്, സിങ്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും താഴ്ന്നു പോകുന്നത്. അതായത് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റ് താഴ്ന്നു പോകും. അതിന് പകരം അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോയന്റ് ഫോഴ്സിനേക്കാളും താഴെയാണെങ്കിൽ എന്ത് ചെയ്യും, അത് സിങ്ക് ചെയ്യും. ഈ 2 കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്, 2 ഒബ്ജക്ട്സ് എടുക്കുകയാണ്. ഓക്കെ, ഒന്നിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമും രണ്ടാമത്തെ മാസ് എന്ന് പറയുന്നത് ഒരു 500 ഗ്രാം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ 2 ഒബ്ജക്ട്സ് എയും ബിയും ഉണ്ട്. 2ൻ്റെ മാസ് 1 കിലോഗ്രാമും 500 ഗ്രാമും നമ്മൾ പറയണം. ഈ 2 പേരെ നമ്മൾ ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുകയാണ്. ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ 2 പേരിൽ അത് താഴ്ന്നു പോകാനുള്ള ടെൻഡൻസി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ബോയന്റ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. അതായത് ഈ വെള്ളത്തിൻ്റെ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, താഴ്ന്നായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോയന്റ് ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കണം. അതായത് നോർമൽ കേസിൽ ഒരാൾ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 2 ഫോഴ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് അതിൻ്റെ വെയിറ്റും ലിക്വിഡ് മുകളിലോട്ട് കൊടുക്കുന്ന ബോയന്റ് ഫോഴ്സും 2 ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ബോയൻസി ഇൻഡിക്കേറ്റ്സ് വെദർ ആൻ ഒബ്ജക്റ്റ് സിങ്ക് ഓർ ഫ്ലോട്ട്. അതായത് ബോയൻസി എന്നൊരു ഫാക്ടറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ലിക്വിഡ് ഒരു ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യണോ ഫ്ലോട്ട് ചെയ്യണോ എന്ന് ഈ ഒരു ഫാക്ടറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡെൻസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ബോയന്റ് ഫോഴ്സ് എപ്പോഴാണ് കൂടുന്നത്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കൂടിക്കഴിഞ്ഞാൽ ബോയന്റ് ഫോഴ്സ് കൂടും. ഫോർ എക്സാമ്പിൾ നമ്മൾ 3 തരത്തിലുള്ള ലിക്വിഡ്സ് എടുക്കുകയാണ്. വാട്ടർ എടുക്കുകയാണ്, കെറോസിൻ എടുക്കുകയാണ്, അതുപോലെ ഹണി, നമ്മൾ തേൻ എടുക്കുകയാണ്. ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വരുന്ന ഹണിക്കല്ലേ. അപ്പോൾ നമുക്ക് വാട്ടർ ആണെങ്കിലോ കമ്പാരിറ്റീവ്ലി നമ്മൾ വരുമ്പോൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ആരാ വരുന്നത്, ഏറ്റവും ആദ്യം വരുന്നത് ഹണി, രണ്ടാമത് ആരാ വരുന്നത് വാട്ടർ, ഏറ്റവും കുറവ് ഡെൻസിറ്റി ആർക്കാണ്, നമ്മുടെ കെറോസിനാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റിനെ ഹണിയിലും വെള്ളത്തിലും ഡിപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കണ്ടെയ്നർ എടുക്കുക, ഇനി വേറൊരു കണ്ടെയ്നർ കൂടെ എടുക്കുക. ഓക്കെ, 2 കണ്ടെയ്നർ എടുത്തു. ഫസ്റ്റിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ഹണിയാണ്, രണ്ടാമതിൽ നമ്മൾ എടുത്തേക്കുന്ന വാട്ടറാണ്. 1 കിലോഗ്രാം വസ്തു 2ലും ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോക്കിയപ്പോൾ ഈ ഹണിയിൽ വെച്ച വസ്തു അതിൻ്റെ മണ്ടയിൽ ഫ്ലോട്ട് ചെയ്തായിട്ട് കാണപ്പെട്ടത്. അതുപോലെ വാട്ടർ വെച്ച വസ്തു അത് സിങ്ക് ചെയ്തു. ഒരു ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യുകയാണെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരിക്കണം, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോയന്റ് ഫോഴ്സിനേക്കാളും കൂടുതലായിട്ടേ വരത്തുള്ളൂ. അതുപോലെ ഒരു ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വിചാരിക്കുക, ആ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്ത് കൂടുതലായിരിക്കും, ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് കേൾക്കുക. എന്താണ് ബോയൻസി? ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു പാർഷ്യലി ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി ഓർ ഫുള്ളി ഒരു ലിക്വിഡ് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ആവും അല്ലേ. ആ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്, ആ ലിക്വിഡാണ് കൊടുക്കുന്നത്. ആ അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയൻസി എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്യുകയാണ്. ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കും. ഈ 2 ഫോഴ്സസും ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷനിലാണ് ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ട് ചെയ്യുന്നത്. അതിന് പകരം അതിൻ്റെ വെയിറ്റ് ആണ് കൂടുതലെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റ് താഴ്ന്നായിരിക്കും പോകുന്നത്. Say you're holding a slightly heavy object in your hand. Now, if you try to hold that object within a container full of water, you'll notice that it feels lighter. It doesn't feel heavy at all. What happens when you put an empty glass into a container of water? Of course, the glass fills up with water. So you're holding the glass of water inside the water which is in the container. And now, when you try to take the glass outside the water, what do you notice? Yes, the glass feels heavier when it's outside the fluid. And the same glass full of water felt light when it was placed inside the fluid. And that brings us to the concept of buoyancy. What happens when an object is placed inside a fluid? As we'd seen in the previous video, the fluid pressure increases with depth.
Now, because the pressure increases as we go deeper, the force exerted upward due to the pressure will be more than the pressure exerted downwards due to the pressure. So the force exerted on the bottom of the object due to pressure will be more than the force exerted on the top. So this net upward force exerted on objects submerged in fluids is called the buoyant force. You can test this with a tightly closed empty plastic bottle and a container of water. If you drop the bottle on the fluid, you will see that it will float. That's because the fluid is applying an upward force on the bottle. Now hold the bottle and push it inside the fluid. You'd notice that the bottle is also exerting an upward force on your hand. If you leave the bottle, you'll see that the bottle will come up to the surface on its own. I think you can guess why. Now push the bottle deeper inside the fluid. You will feel more force against your hand. And when you release the bottle, it'll rush back to the surface. It'll come up faster than it came up in the previous case. The upward force increases as it's pushed deeper into the fluid. And that's because the pressure also increases as we go deeper into the fluid. This upward force exerted by the water on the bottle is known as upthrust or the buoyant force. Now let's say you simultaneously drop a piece of balsa wood and a metal drawing pin of the same mass into a container filled with water. What do you think will happen? Will both of them float? Or will they both sink? Or one stays afloat and one sinks? We will understand this example in the next video. So, we have talked buoyancy basic concept. We have നോക്കുന്നത് ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ബേസിക്കായിട്ട് 3 ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഒന്നാമത് വാട്ടർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 ആണ്. നമ്മളതിൻ്റെ യൂണിറ്റ് ഡെൻസിറ്റി ഇട്ടത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ്. കെറോസിൻ്റെ ആണെങ്കിൽ 810 ആണ് വരുന്നത്. അതുപോലെ സലൈൻ വാട്ടർ ഉപ്പുവെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1025 ആണ്. ഈ 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻ പറയുന്നത് 3 കണ്ടെയ്നേഴ്സിലായിട്ട് നമ്മൾ 3 ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ വാട്ടർ, സലൈൻ വാട്ടർ, കെറോസിൻ, ഈ 3 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻസും അതിനകത്ത് വരുന്നുണ്ട്. ഇത് ബേസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാനുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏത് ലിക്വിഡിലായിരിക്കും ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് ബോയൻസി കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അതായത് 3 കേസിൽ നമ്മൾ 1 കിലോഗ്രാമുള്ള ഓരോ വസ്തുക്കൾ ഇങ്ങനെ 3ലേക്ക് വെക്കുകയാണ്. അതായത് 1 കിലോഗ്രാമുള്ള ഓരോ ഒബ്ജക്ട്സ് നമ്മൾ ഓരോ ലിക്വിഡിലും ഇമേഴ്സ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഏത് ലിക്വിഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ബോയൻസി വരുന്നത്? അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ബോയൻസി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണല്ലേ. അപ്പോൾ ബോയൻസി കൂടുമ്പോൾ ഡെൻസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഏതിനാണ്? സലൈൻ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വരുന്നത്. 1025 ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരുന്നത്? നമുക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ABC 3 കാര്യം കൊടുക്കുക അല്ലേ. അതിൽ ബിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുന്നത്. കാര്യം ഒരു കാര്യം ഓർമ്മിക്കുക, ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻസിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് പറയാമല്ലോ. ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ലിക്വിഡിനായിരിക്കും ബോയൻസിയുടെ വാല്യൂ കുറവ്. ഇതിൽ ഏറ്റവും കുറവ് ആർക്കാണ്? കെറോസിനാണ് അതിൻ്റെ വാല്യൂ കുറവായിട്ട് വരുന്നത്. അതായത് സിക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഏറ്റവും കുറച്ചവിടെ വാല്യൂ വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? ബിക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പലതവണ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. കെറോസിനും ഓയിലും എല്ലാം വെള്ളത്തിൻ്റെ സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ഉണ്ടല്ലേ. അതായത് കെറോസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങളുടെ വാല്യൂ കൂടെ എഴുതാം. കെറോസിൻ്റെ വാല്യൂ എത്രയാണ്? 810 അല്ലേ വാല്യൂ വരുന്നത്. വാട്ടറിനാണെങ്കിലോ 1000 ആണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ വരുന്നത്? വാട്ടറിനാണ് അതിൻ്റെ വാല്യൂ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് കെറോസിൻ എന്ത് ചെയ്യും? വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും ഫ്ലോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോയന്റ് ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക.
ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ബോയൻ ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ അത് സിങ്കാ ചെയ്യുന്നത്. രണ്ട് വാല്യൂം ഈക്വൽ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് ഫ്ലോട്ട് ചെയ്യുന്നത്. ആ കാര്യം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് 9ാം ക്ലാസ്സിലെ ഏറ്റവും ബേസിക് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്, ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബോയൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് ബേസിൽ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വർഷം 9ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളും അതുപോലെ ലോസ് ഓഫ് മോഷനും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എല്ലാ കോൺസെപ്റ്റുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്ദി.